കൂട്ടിരിക്കാമെന്ന് ദേവൂട്ടിയുണ്ടല്ലോ. പറ്റിയാൽ അവളെ അവിടെ വെച്ച് തന്നെ വകവരുത്തണമെന്നാണ് ഘോര പറയുന്നത്. അതുകൊണ്ട് നാഗപ്പേട്ടൻ നാളെ അവിടെ തന്നെ ഉണ്ടാകണം. ഘോര എന്തു പറഞ്ഞാലും അത് ഉടനടി ചെയ്തു കൊടുക്കുകയും വേണം. അതെ, ഞാൻ പിന്നീട് വിളിക്കാം. ശരി. അമ്മേ, ദേ പറഞ്ഞ മരുന്നും സിറപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അച്ഛനെവിടെ? അച്ഛന് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാ. അമ്മേ, ദേവു ചേച്ചി ഇവിടെ ഉണ്ട്. എന്താ ആ കുട്ടിക്ക് എന്താ പറ്റിയത്? ദേവു ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിൽ വന്ന കുട്ടിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. അതിന് കൂട്ടുവന്നതാ ദേവു ചേച്ചി. അപ്പോ ഘോരയെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഘോര മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ നടക്കും. ആ കൊച്ചിനെ നാളെ തന്നെ ഇവിടുന്ന് കടത്തേണ്ടി വരുമായിരിക്കും. ഒപ്പം ദേവൂട്ടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഇന്ദുമതി, അത്താഴത്തിനു മുമ്പ് കഴിക്കാനുള്ള മരുന്ന് ഇതുവരെ ശരിയായില്ലേ? എല്ലാം നേരത്തിനും കാലത്തിനും ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ വീട്ടില് മാട് പോലെ പണിയെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഓരോരുത്തർ കിട്ടിയ അവസരം നോക്കി ഇളയ മോന്റെ ഒപ്പം പോയില്ലേ? ദാ സമയത്തിന് എന്നെ മരുന്ന് കഴിക്കണമെന്ന് വൈദ്യര് പറഞ്ഞോണ്ടാ ഞാൻ മരുന്നിന്റെ കാര്യം നിന്നെ ഓർമ്മിപ്പിച്ചത്. ഇനി അതിന്റെ പേരില് ഇവിടില്ലാത്ത അമ്മയെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഞാൻ പറയുന്നതാണോ കുറ്റം? ഇവിടെ ഒരു സഹായത്തിന് ആരുമില്ലാന്ന് നിങ്ങളുടെ അമ്മയ്ക്കും അറിയാലോ. എന്നിട്ട് ഇളയ മോൻ വന്ന് വിളിച്ചപ്പോ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി അങ്ങ് പോയില്ലേ കൂടെ? അമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു. അവനൊരാവശ്യം വന്നപ്പോ അമ്മ കൂടെ പോയതില് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ. എന്തൊക്കെയായാലും നിങ്ങളുടെ അമ്മയല്ലേ? അതെ, എന്റെ അമ്മയാണ്. അതുപോലെ അവര് എന്റെ അനിയന്റെ അമ്മയാണ്. അവന്റെ കുഞ്ഞിന് സുഖമില്ലാതായപ്പോ സഹായത്തിന് അവൻ അമ്മയെ ഒപ്പം കൂട്ടി. എന്നെപ്പോലെ തന്നെയല്ലേ അമ്മയ്ക്ക് ഇളയ മകനും. അവനൊരാവശ്യം വന്നാ പിന്നെ അമ്മയല്ലാതെ പിന്നെ ആരാ പോവണ്ടേ? എന്നാലും ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞു വെച്ചോണ്ട് അമ്മയ്ക്ക് പോവാതിരിക്കായിരുന്നു. അതിന് അമ്മ വിനോദയാത്രയല്ലല്ലോ പോയത്. രവീന്ദ്രന്റെ കുഞ്ഞിന് സുഖമില്ലാത്തോണ്ടല്ലേ. അപ്പോ ഇവിടെ നിങ്ങൾ സുഖമില്ലാണ്ട് കിടക്കുന്നതോ? അത് നോക്കാനുള്ള ഉത്തരവാദിത്വം ബാധ്യതയൊന്നും നിങ്ങളുടെ അമ്മയ്ക്കില്ലേ? എന്നുവെച്ചാ അമ്മ എന്നെ നോക്കിയ ശുശ്രൂഷിക്കൊന്നും ചെയ്തില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? മിനിഞ്ഞാന്ന് അവന്റെ ഒപ്പം പോകുന്നതുവരെ എന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്റെ അമ്മയും ദേവൂട്ടിയൊക്കെ തന്നെയല്ലേ? കണ്ടോ കണ്ടോ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കല്ലേ സുരേന്ദ്രട്ടാ? അപ്പൊ നിങ്ങളുടെ കാര്യത്തില് ഞാൻ ഒന്നും ചെയ്തില്ല എന്നാണോ പറയുന്നേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞ എന്റെ അർത്ഥം. ആവശ്യമില്ലാതെ നീ അമ്മയെ കുറ്റപ്പെടുത്തുന്നതില് കാര്യമില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ, അല്ലേലും അങ്ങനെയാ. കഷ്ടകാലം വരുമ്പോ ഒപ്പം നിന്നവരൊക്കെ പായല് മാറുന്ന പോലെ അങ്ങ് മാറും. അതിനി ആരോടും പരിഭവം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ അച്ഛനെ കാണാതെ ഉറക്കം വരാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ, ദേവൂട്ടി. ആ, ഇനിയിപ്പോ ദേവൂട്ടിയുടെ കാര്യത്തിലായോ
നിന്റെ പരാതി പറച്ചില്ല. അവളെ ഇവിടുന്ന് ആട്ടി ഓടിച്ചത് നീയും നിന്റെ മോളും തന്നെയല്ലേ? സുരേന്ദ്രേട്ടാ, ഉള്ളത് പറയുമ്പം തുള്ളല് കയറിയിട്ട് കാര്യമൊന്നുമില്ല. അവളെ ഞാൻ വീട് വിലക്കിയിട്ടുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി അവള് തന്നെയാ.